എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ മോഡില്? Okay. So good morning once again. We can start today's class. So actually today's class will be just like we'll be dealing with the programming of that programming instructions actually. അപ്പം നിങ്ങൾ 8051 പഠിച്ച സമയത്ത് നിങ്ങൾ 8051-ന്റെ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ AVRനകത്തുള്ള പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, ഇന്നലെ ഞാൻ കുറേ പേരോട് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടായിരുന്നു ക്വിസും വീഡിയോ റെക്കോർഡ് വീഡിയോ വാച്ച് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ ഇന്നലെ കാണാൻ പറഞ്ഞ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ അഡ്രസ്സിംഗ് മോഡുകളും AVR ഡേറ്റ ടൈപ്പുകളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ AVR ഡേറ്റ ടൈപ്സും അതുപോലെ തന്നെ അഡ്രസ്സിംഗ് മോഡുകളും മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് ആക്ച്വലി പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളർ നിങ്ങൾ ഫെമിലിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട് ദ കേസ് ആക്ച്വലി. This is actually AVR assembly language programming. So AVR assembly language programming means we will be mainly dealing with the instruction sets and the programming steps. So instruction sets ne namukku pala categories aayittu namukku thirikkan pattum. Data transfer instructions, arithmetic and logic instructions, branch instructions, bit and bit test instructions, and MCU control instructions. Ingane പല തരത്തിൽ നമുക്ക് ഈ ടോട്ടൽ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിനുശേഷം അരിത്മാറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. ഇതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങൾ പല ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ 8051 പഠിച്ച് ഫെമിലിയർ ആയിരിക്കും. അതിനകത്ത് നിന്നും ചില ഇൻസ്ട്രക്ഷൻസ് മാത്രം കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും, അതിന്റെ ഓപ്പ് കോഡിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് മെയിൻ ആയിട്ട് 2 ഭാഗങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പ് കോഡ് ആൻഡ് സെക്കൻഡ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ഓപ്പറന്റ്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നതിനെ നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുകയും രണ്ടാമത്തെ ഭാഗത്തിനെ നമ്മൾ ഓപ്പറന്റ് എന്ന് പറയുകയും ചെയ്യും. അപ്പൊ ഈ ഓപ്പ് കോഡ് എന്ന് പറയുന്നതാണ് it specifies what the microcontroller has to do. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഓപ്പ് കോഡ്. ഫോർ എക്സാമ്പിൾ, മൂവ് എന്ന് പറയുന്നത് ഒരു ഓപ്പ് കോഡാണ്, ആഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പ് കോഡാണ്, സബ് എന്ന് പറയുന്ന ഒരു ഓപ്പ് കോഡാണ്. ഓക്കെ, ഈ ഓപ്പ് കോഡ് എന്ന് പറയുന്നതിന് നമുക്ക് നിങ്ങൾ 8051 പഠിച്ചാണ്. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനാണ്. ആഡ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് ആഡ് ചെയ്യാനാണ്. സബ് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാനാണ് അല്ലെ. ഇങ്ങനെ നമ്മൾ യൂസർക്ക് മനസ്സിലാവുന്ന പോലെ എഴുതുന്ന ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് എഴുതുന്ന ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂമോണിക്സ്. ദേ ആർ കോൾഡ് ന്യൂമോണിക്സ്. അപ്പൊ ഈ ന്യൂമോണിക്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഈ മൂവ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ് അല്ലെ. ആഡ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിന് പകരം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒരു ഹെക്സ വാല്യൂ ഉണ്ടാവും ആക്ച്വലി. ഫോർ എക്സാമ്പിൾ, FE എന്ന് പറയുന്നതാണ് നമുക്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഹെക്സ വാല്യൂ എന്ന് വിചാരിക്കാം. അപ്പൊ ശരിക്കും FE എന്ന് പറയുന്നതാണ് നമ്മളുടെ ഓപ്പ് കോഡ്. ഈ FE എന്നുള്ള ഓപ്പ് കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളിന് മനസ്സിലാവും ഞാൻ ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ ആഡ് ഓപ്പറേഷൻ ആണല്ലോ എന്നുള്ളത്. ഓക്കെ, ഇത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ആഡ് ഓപ്പറേഷൻ ആണല്ലോ എന്നുള്ളത്. അപ്പം FE എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളിന് മനസ്സിലാവുന്നതും ആഡ് എന്ന് പറയുന്നത് നമുക്ക് യൂസർക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ എളുപ്പവുമുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ
ആഡ് എന്നുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ മതി നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത്. അതിനകത്ത് നമുക്ക് അസംബ്ലർ ഉണ്ടാവും. വിൽ ബി ഹാവിങ് ആൻ അസംബ്ലർ. What this assembler does is that assembler will convert this mnemonics into the corresponding opcodes. അപ്പം മൂവ് എന്ന് കൊടുത്താൽ നമ്മൾ മൂവ് എന്ന് കൊടുത്താൽ മതി. മൈക്രോ കൺട്രോളിലേക്ക് അസംബ്ലർ എന്ത് ചെയ്യുന്ന മൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് കൊടുത്തോളും. നമ്മൾ ആഡ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ അസംബ്ലർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് മൈക്രോ കൺട്രോളർക്ക് അസംബ്ലർ കൊടുത്തോളും. അപ്പൊ അതുകൊണ്ട് ന്യൂമോണിക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ആക്ച്വലി ജനറലി 3 or 4 letter വേർഡ്സ് വിച്ച് ഈസ് ഈസി ഫോർ ദി യൂസർ ടു മെമ്മറൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ന്യൂമോണിക്സ് ആയിട്ട് കൊടുത്താൽ മതി എപ്പോഴും. ഇതിന് ശരിക്കും ഓപ്പ് കോഡ് എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. FEH ആണ്. ദിസ് ഈസ് എ ഹെക്സാഡെസിമൽ വാല്യൂ. ഈ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ആക്ച്വലി നമ്മൾ മൈക്രോ കൺട്രോളിന് കൊടുക്കുന്നത്. അപ്പൊ ഈ FE എന്ന് കിട്ടി കഴിയുമ്പോഴാണ് മൈക്രോ കൺട്രോളിന് മനസ്സിലാവുന്നത് എന്ത് ഓപ്പറേഷൻ ആണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നതാണ് ഓപ്പറന്റ്. ഈ ഓപ്പറന്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡേറ്റ. അപ്പൊ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ദിസ് ഡേറ്റ ഈസ് ഗിവൺ ഡയറക്ട്ലി. ഈ ഡേറ്റ ആയിട്ടാണ് നമ്മൾ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ദി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് or this data will be stored in the RAM. ഓക്കെ, ഇവിടെ എവിടെ വേണമെങ്കിലും ഈ ഡേറ്റ ഉണ്ടാവാം. ഈ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഡേറ്റ ആയിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഡേറ്റ ഏതെങ്കിലും ജനറൽ പർപ്പസ് രജിസ്റ്ററിനകത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിക്കകത്ത് റാമിനകത്ത് നമുക്ക് ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാം. അവിടെ നിന്നും എടുത്തിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ജനറൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സോ എവരി ഇൻസ്ട്രക്ഷൻ വിൽ ബി ഹാവിങ് ആൻ ഓപ്പ് കോഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ ഓപ്പറന്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം ഗിവിംഗ് ദ തിങ് ലൈക്ക് ആഡ് R0 R1 എന്ന് പറഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്യാൻ എനിക്ക് 2 ഡേറ്റ ആവശ്യമാണ്. ഇതിനകത്ത് ഒരു ഡേറ്റ ഇരിക്കുന്നത് R0-ലും രണ്ടാമത്തെ ഡേറ്റ ഇരിക്കുന്നത് R1-ലുമാണ്. ഡേറ്റ 2 ഇരിക്കുന്ന R1-ലുമാണ്. ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് ആഡ്. ഓപ്പറേഷൻ ആൻഡ് ആഡ്. അപ്പോൾ ഈ ആഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ന്യൂമോണിക്സ് അഥവാ ഓപ്പ് കോഡ്. ഈ R0-ലും R1-ലും ഉള്ള ആണ് എൻ്റെ ഓപ്പറൻ. R0 and R1 ആണ് ആക്ച്വലി വാട്ട് യു മീൻ ബൈ ഓപ്പറന്റ്. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ നമ്മൾ ഇനി ഓരോരോ ഓപ്പറേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്ന സമയത്ത് ഓപ്പ് കോഡ് ഏതാണ്, ഓപ്പറന്റ് എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ നിങ്ങൾ 8051 പഠിച്ച സമയത്ത് S4-ൽ പഠിച്ചാണ്. അതൊന്ന് റിവൈസ് ചെയ്യണം ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്ത് അറ്റ്മെഗ 32-നകത്ത് ഉള്ള ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് മൂവ് ഓപ്പറേഷൻ. മൂവ് ഓപ്പറേഷൻ is, as you already know, it is used to copy data from one register to another register. ഒരു രജിസ്റ്ററിൽ നിന്നും വേറൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഡേറ്റാസ് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഒരു രജിസ്റ്ററിൽ നിന്നും വേറെ രജിസ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സോഴ്സ് രജിസ്റ്ററിലുള്ള വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സോഴ്സ് രജിസ്റ്ററിലുള്ള വാല്യൂ നമ്മൾ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയാണ് ഇതിനകത്ത് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂവ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയ R0 മുതൽ R31 വരെയുള്ള ഏത് ജനറൽ പർപ്പസ് രജിസ്റ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സിൻടാക്സ് നമ്മൾ 8051 പഠിച്ചാണ്. അതുപോലെ തന്നെ മൂവ് RD, RR. ഓക്കെ, ഒന്ന് സോഴ്സ് രജിസ്റ്ററുമാണ്, മറ്റേത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററുമാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൂവ് R10, R20. അപ്പൊ ഇതിനകത്ത് R10, 20 എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ച സെയിം സിൻടാക്സ് തന്നെയാണ്. ദിസ് ഈസ് യുവർ സോഴ്സ് ആൻഡ് ദിസ് ഈസ് യുവർ ഡെസ്റ്റിനേഷൻ. എപ്പോഴും രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് നിങ്ങളുടെ സോഴ്സ്, ആദ്യം എഴുതിയിരിക്കുന്നതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ
ഇതിനകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂവിനെ നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്യും. നോട്ട് കട്ട് ചെയ്ത് കളയല്ല ചെയ്യുക, കോപ്പി ചെയ്യുക ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ R10 എന്ന് പറയുന്ന, ഇപ്പൊ ഈ R0 to R31 എന്നുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ മറ്റേതിനകത്ത് നമുക്കറിയാം 32 8051 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 4 ബാങ്കിലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് 8 രജിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇവിടെ രജിസ്റ്റർ ബാങ്കായിട്ട് നമുക്കില്ല. നമുക്ക് 32 രജിസ്റ്റേഴ്സ് ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് R20 R10 യൂസ് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ R20യിലുള്ള വാല്യൂ $25 ആണ്. അപ്പൊ ഈ ഡോളർ എന്നുള്ളത് വീണ്ടും നിങ്ങൾ റീകളക്ട് ചെയ്യുക. ഡോളർ ഈസ് എ റെപ്രസെന്റേഷൻ ടു ഷോ ദാറ്റ് ദ നമ്പർ ഈസ് എ ഹെക്സാഡെസിമൽ വാല്യൂ. അപ്പം R10 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വാക്കന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ R10നകത്ത് വേറെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് അസ്യൂം ദാറ്റ് R10 ഈസ് വേക്കന്റ്. ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ R20 എന്ന രജിസ്റ്ററിനകത്ത് 25 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. അപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ 25 എന്നുള്ള വാല്യൂ R10ലേക്ക് മൂവ് ചെയ്തു. മൂവ് ചെയ്യേ ചെയ്തിട്ടുള്ളൂ. R20യിലുള്ള 25 പോയിട്ടില്ല. R20യിലെ 25H എന്ന വാല്യൂ അവിടെ ഉണ്ട്. ദ സെയിം വാല്യൂ ഈസ് ബീങ് റീപ്ലേസ്ഡ് ടു R10. ഇപ്പൊ ഈ R10നകത്ത് നമ്മൾ വിചാരിക്കുക ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഇവിടെ ഒരു $10 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഒരു വാല്യൂ ഉണ്ടായിരുന്നു 10 എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എന്നാലും വാട്ട് ഹാപ്പൻസ്? The 10 value will be overwritten with the value 25. Okay, so that is actually your move instruction. നിങ്ങൾക്ക് അറിയുന്നതാണ് 8051 പഠിച്ചതാണ്. രണ്ടാമത്തെ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് LDI. LDI stands for load immediate. So LD stands for load and I stands for immediate. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മളിവിടെ എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്ക് ഇമ്മീഡിയറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് വാല്യൂ അതിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ദിസ് LDI ഈസ് യൂസ്ഡ് ടു കോപ്പി 8-bit ഡേറ്റ ഇൻ ടു ജനറൽ പർപ്പസ് രജിസ്റ്റർ. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഓക്കെ, സോ ദാറ്റ് the value that must be provided the value should be right there in the instruction. എന്താണോ നമുക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ, ആ വാല്യൂ നേരിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് LDI RDK. അപ്പൊ ഇതിൽ RD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനറൽ പർപ്പസ്, ഏത് ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണെങ്കിലും ആവാം RD എന്നുള്ളത്. എന്താണ് K? K is the 8-bit value which can take any value between 0 to 255. അതായത് അപ്പൊ ഈ K എന്ന് പറഞ്ഞാൽ K could be any value between $0 to $FF. 0 മുതൽ FF വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് K എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ വാല്യൂന് എടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ വി ആർ ഡയറക്ട്ലി ഗിവിംഗ് ദ വാല്യൂ. Directly the value is specified in the instruction. The value is directly specified in the instruction. ഇതിനകത്ത് ഒരു കണ്ടീഷൻ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, ലോഡ് ഇമ്മീഡിയറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് R16 മുതൽ R31 വരെയുള്ള 16 രജിസ്റ്റേഴ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? R0 മുതൽ R15 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, R15 വരെയുള്ള GPRകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. cannot be used. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ LDI ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് അറിയാതെ LDI R0, എന്ന് പറഞ്ഞ് എഴുതരുത്. കാരണം R0 മുതൽ R15 വരെയുള്ള യൂസ് ചെയ്യാൻ പറ്റില്ല. സോ an example is given, LDI R18 $4A. അപ്പൊ ഈ 4A എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് വാല്യൂ. This 4A
is an immediate value, and R18 is the corresponding general purpose register. So what happens is that before execution R18 ഒന്നെങ്കിൽ R18 ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ R18 ഒരു വാല്യൂ ഉണ്ടാവാം. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം what happens is that the 4A hexadecimal value is moved into R18. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ R18-നകത്ത് ആദ്യ ഒരു വാല്യൂ ഉണ്ടായിരുന്നു 3F എന്ന് വിചാരിക്കാം. എന്നാലും the 3F will be replaced with the value 4A. So this 4A നമ്മുടെ മെമ്മറിക്കകത്തോ നമ്മുടെ രജിസ്റ്ററിനകത്തോ ഒന്നും അവൈലബിൾ അല്ല. സോ ഈ ഡേറ്റ എവിടെയാണ് അവൈലബിൾ ഉള്ളത്? ദിസ് ഡേറ്റ ഈസ് അവൈലബിൾ ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ഇൻസ്ട്രക്ഷനകത്താണ് ഈ വാല്യൂ അവൈലബിൾ ഉള്ളത്. ഈ വാല്യൂ വേറൊരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോ വേറെ ഒരു മെമ്മറി ലൊക്കേഷനിലോ നമുക്ക് കാണാൻ പറ്റില്ല. ആ 4A എന്ന വാല്യൂ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷനെ ലോഡ് ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മൂവ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും 8051 പഠിച്ചിരിക്കുന്നത്. ഇതിനകത്ത് LDI എന്നാണ് ആ ഇൻസ്ട്രക്ഷൻ, ലോഡ് ഇമ്മീഡിയറ്റ്. സോ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, വി ഹാവ് ടു ബിവെയർ ദാറ്റ് LDI ഇൻസ്ട്രക്ഷൻ വി കൻ നോട്ട് യൂസ് R0 to R15 യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് ലോഡ് ഡയറക്റ്റ് ഫ്രം ഡേറ്റാ സ്പേസ്, LDS. So this L stands for load, D stands for direct, and S stands for data space. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ വാല്യൂ കൊടുക്കുന്നത്, നമ്മൾ മെമ്മറിയിൽ നിന്നുമാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് യൂസ്ഡ് ടു ലോഡ് 1 byte ഫ്രം ആൻ അഡ്രസ് ഇൻ ദ ഡേറ്റ മെമ്മറി ഈസ് മൂവ്ഡ് ഇൻ ടു ദി ജനറൽ പർപ്പസ് രജിസ്റ്റർ. അപ്പൊ ഇതിനകത്ത് K എന്ന് പറയുന്നത് എന്താണ്? K എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ. ഇതിനകത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. R0 മുതൽ R31 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് LDS R5 $202. ഈ $202 എന്ന് പറയുന്നത് ദിസ് ഇസ് എ മെമ്മറി അഡ്രസ്. അതൊരു മെമ്മറി അഡ്രസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് യുവർ ടോട്ടൽ മെമ്മറി. ആ മെമ്മറിക്കകത്ത് 202 എന്ന് പറയുന്ന അഡ്രസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 202. അപ്പൊ 202 എന്ന അഡ്രസ്സിനകത്ത് ഒരു ഡേറ്റ ഉണ്ട്. 202 എന്ന് പറയുന്ന അഡ്രസ്സിനകത്ത് ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയാണ് ഈ 6C. അപ്പൊ LDS എന്താ ചെയ്യുക? ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ് എന്താണോ ആ അഡ്രസ്സിലെ ഡേറ്റ ഈസ് മൂവ്ഡ് ടു ദ ജനറൽ പർപ്പസ് രജിസ്റ്റർ. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കൊടുത്തിരിക്കുന്ന LDS R5 $202. സോ $202 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്ത് ഡേറ്റ ഉണ്ടോ ആ ഡേറ്റ എങ്ങോട്ട് മൂവ് ചെയ്യും? R5ലേക്ക് മൂവ് ചെയ്യും. അപ്പൊ $202-നകത്തുള്ള ഡേറ്റ ഏതാണ്? $6C. ആ 6C എന്നുള്ള ഡേറ്റ ആയിരിക്കും R5ലേക്ക് മൂവ് ചെയ്യാം. സോ ആഫ്റ്റർ എക്സിക്യൂഷൻ the 6C data is being moved into the R5 location. ഇപ്പൊ LDI എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റയാണോ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യേണ്ടത് അത് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവും. LDSനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഏത് മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണ് മൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ കൊടുക്കുക. ആ മെമ്മറി ലൊക്കേഷൻ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ആ രജിസ്റ്ററിലേക്ക് മൂവ് ആയി വന്നോളും. ക്ലിയർ? ഇനി ലോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോർ. ലോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോർ. അപ്പൊ ഇവിടെ LDS ആണ് നമ്മൾ മുന്നേ കണ്ടത്. LDS എന്താ ചെയ്തിരുന്നത്? ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ STS എന്താ ചെയ്യേണ്ടാവുക? ഡയറക്ട്ലി ഡസ് ദ ഓപ്പോസിറ്റ് തിങ്. So STS stands for store directly to the data space.
രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. LDSന്റെ നേരെ ഓപ്പോസിറ്റ്. സോ ദിസ് ഇസ് ദി opposite instruction of LDS. LDSന്റെ ഓപ്പോസിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. STS K,RR എന്നാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കണ്ടോ. ഇതിനകത്ത് LDSൽ എങ്ങനെയായിരുന്നു? ഇത് കണ്ടോ, കെയിൽ നിന്നും RDയിലേക്കാണ് വരുന്നത്. STSലാവുമ്പോഴോ RRൽ നിന്നും, അതായത് രജിസ്റ്ററിൽ നിന്നും മെമ്മറി ലൊക്കേഷനിലേക്കാണ് വരുന്നത്. ഇവിടെയും രജിസ്റ്ററിന് നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് R0 മുതൽ R31 വരെയുള്ള ഏത് രജിസ്റ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. R0 to R31 എനി രജിസ്റ്റർ ക്യാൻ ബി യൂസ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് STS $202 R4 എന്നാണ്. അപ്പൊ ഈ R4 എന്ന് പറയുന്നതാണ് എൻ്റെ സോഴ്സ്. R4 എന്ന് പറയുന്നതാണ് എൻ്റെ സോഴ്സ്. R4 എന്ന് പറയുന്നതാണ് സോഴ്സ്. $202 എന്ന് പറയുന്നതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് $202 ഇപ്പം എൻ്റെ മെമ്മറി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് മൈ മെമ്മറി. $202 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെയുണ്ട്. ഇതിനകത്ത് നോക്കി ആ $202 ലൊക്കേഷനിനകത്ത് ഇതിന് മുന്നേ എപ്പോഴോ നമ്മൾ യൂസ് ചെയ്ത് വെച്ചൊരു ഡേറ്റ ഇവിടെ കിടപ്പുണ്ട്, 3D എന്ന് പറഞ്ഞിട്ട്. അതുണ്ടായിക്കോട്ടെ. എന്താ ചെയ്യുന്നത്? R4നകത്ത് ഇപ്പം എന്ത് വാല്യൂ ഉണ്ടോ അത് 202ലേക്ക് പോകും. അപ്പൊ R4നകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള വാല്യൂ $A9 ആണ്. അപ്പൊ എന്താ ചെയ്യുക? 202 എന്ന ലൊക്കേഷൻ നമ്മൾ മെമ്മറിയിൽ മാർക്ക് ചെയ്യും. R4നകത്തുള്ള വാല്യൂ എന്താണോ അതിനെ നമ്മൾ നേരെ 202 ലൊക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ 202ൽ എന്ത് വാല്യൂ ഉണ്ടായിരുന്നോ ആ വാല്യൂ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? R4നകത്തുള്ള വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ R4നകത്തുള്ള വാല്യൂ പോവോ? പോവില്ല. ഇതിനകത്ത് എല്ലാം കോപ്പി ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതെല്ലാം മൂവ് എന്ന് പറയുന്നതും LDS എന്ന് പറയുന്നതും STS എന്ന് പറയുന്നതും എല്ലാം കോപ്പി ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം അതുകൊണ്ട് സോഴ്സിൽ എന്ത് വാല്യൂ ഉണ്ടോ അതേ വാല്യൂ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യും, അതായത് കോപ്പി ചെയ്യും. അപ്പം ആ വാല്യൂ ഇപ്പോൾ സോഴ്സിലും ഉണ്ടാവും, ഡെസ്റ്റിനേഷനിലും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ആക്ച്വലി യുവർ STS operation. So I will just give you a question here. What happens when you execute an instruction STS 0x1 R10? ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. വാട്ട് ഹാപ്പൻസ് വെൻ യു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ STS 0x1 R10. ഈ 0x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 0x എന്നുള്ളതും നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു കാര്യം തന്നെ. ഇനി ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യത്തിന്റെ കൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതാണ്. ഓക്കെ, യു കനോട്ട് കോപ്പി ആൻ ഇമ്മീഡിയറ്റ് വാല്യൂ ഡയറക്ട്ലി ഇൻ ടു SRAM ലൊക്കേഷൻ ബട്ട് ഓൺലി വയ GPR. ഒരു ഇമ്മീഡിയറ്റ് വാല്യൂവിനെ നമുക്ക് ഒരിക്കലും SRAM ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഒരു GPR വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു ഇമ്മീഡിയറ്റ് വാല്യൂ എൻ്റെ അടുത്തുണ്ട്. ആ ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറയുന്നത് സേ $04 ആണ്. ദിസ് ഈസ് മൈ ഇമ്മീഡിയറ്റ് വാല്യൂ. ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസറിൻ്റെ അകത്തുള്ള വാല്യൂ. ആ വാല്യൂവിനെ ഒരിക്കലും നമുക്ക് നേരിട്ട് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ $04 എന്നുള്ള വാല്യൂവിനെ നിങ്ങൾ R0 മുതൽ R31 വരെയുള്ള ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ നമുക്കറിയാം R0 to R15 യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് R16 മുതൽ R31 വരെ രജിസ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. മൂവ് ചെയ്തതിന് ശേഷം ആ രജിസ്റ്ററിലെ R16 to R31 വരെയുള്ള ഏത് രജിസ്റ്ററാണോ യൂസ് ചെയ്തത് അവിടെ നിന്നും മാത്രമേ നമുക്ക് SRAM ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ഇമ്മീഡിയറ്റ് വാല്യൂ ഒരിക്കലും നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല? SRAM ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എഴുതും? ലോഡ് ഇമ്മീഡിയറ്റ്. ഞാൻ R16 എടുക്കാണ്. എൻ്റെ വാല്യൂ എത്രയായിരുന്നു? $04. അപ്പൊ 04 എന്ന വാല്യൂ എവിടെ എത്തി? R16-ലെത്തി.
ഇനി R16 വാല്യൂ എനിക്കൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് കൊടുക്കാം. ആ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ ഇതിലത്തെ സെയിം എക്സാമ്പിൾ എടുക്കാം, 202 എന്നുള്ള വാല്യൂ എടുക്കാം. അപ്പം എന്ത് ചെയ്യണം, മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ STS ആണ്. ഇപ്പം നമ്മൾ നോക്കിയത് STS ഏതാ ലൊക്കേഷൻ, $202 കോമ ഇപ്പം എൻ്റെ 04 എന്നുള്ള വാല്യൂ എവിടെയാണ് കിടക്കുന്നത്, R16 അപ്പോൾ R16. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ 04 എന്ന ഇമ്മീഡിയറ്റ് വാല്യൂ ഒരു ലൊക്കേഷനിലേക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് LDI ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ആ ഇമ്മീഡിയറ്റ് വാല്യൂവിനെ ഏതെങ്കിലും GPRലേക്ക് മൂവ് ചെയ്യാം. ആ GPRലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ STS ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ഇപ്പം GPRലുള്ള ആ വാല്യൂ നിങ്ങൾക്ക് ഏത് മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ക്ലിയർ അല്ലേ? So that also has to be clear to you. An immediate value cannot be moved into a SRAM location. It has to first be moved into a general purpose register, then it has to be moved into the memory location. Any doubts? STS നോക്കി, LDS നോക്കി, LDI നോക്കി. Now we are moving to IO address actually. IO മെമ്മറിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. IO മെമ്മറിയിലേക്ക് നമുക്ക് എങ്ങനെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, IO മെമ്മറിയിൽ നിന്നും വാല്യൂസ് നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, IO മെമ്മറി ലൊക്കേഷന് 2 അഡ്രസ്സ് വെച്ച് നമുക്കൊരു മെമ്മറി ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യാം. ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഡേറ്റ മെമ്മറി അഡ്രസ്സ്. സാധാരണ ഏതൊരു ലൊക്കേഷനും ഡിനോട്ട് ചെയ്യുന്ന പോലെ ഡേറ്റ മെമ്മറി അഡ്രസ്സ് വെച്ച് നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഉള്ളത്, IO അഡ്രസ്സുകളുണ്ട്. സ്പെസിഫിക് ആയിട്ടും IO മെമ്മറി ലൊക്കേഷനെ മാത്രം സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് IO അഡ്രസ്സുകളുണ്ട്. അപ്പോൾ Atmega 32 അതിനകത്ത് ഡേറ്റ മെമ്മറി അഡ്രസ്സുകൾക്ക് 0000 മുതൽ 085F വരെ മൂവ് ചെയ്യുമെങ്കിൽ IO അഡ്രസ്സുകൾ മൂവ് ചെയ്യുക 000 മുതൽ 3F വരെ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 64 IO മെമ്മറി ലൊക്കേഷൻസേ എനിക്കുള്ളൂ. 64 IO മെമ്മറി ലൊക്കേഷൻസ് എനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 3F വരെ. 3F വന്നത് എങ്ങനെയാ, 0F എന്ന് പറഞ്ഞാൽ 16 അല്ലേ, 1F എന്ന് പറഞ്ഞാൽ 16 32, 2F എന്ന് പറഞ്ഞാൽ 32 16 48, 3F എന്ന് പറഞ്ഞാൽ 48 16 64. അങ്ങനെയാണ് 64 എന്ന ലൊക്കേഷൻസ് എനിക്കല്ല, IO മെമ്മറി ലൊക്കേഷൻസ് എനിക്ക് 64 എണ്ണാണുള്ളത്. അപ്പോൾ അതിൻ്റെ IO അഡ്രസ് എന്ന് പറയുന്നത് 00 മുതൽ 3F വരെ, 00 മുതൽ 3F വരെ. ഓക്കെ, ക്ലിയർ അല്ലേ? 00 മുതൽ 3F വരെ. അപ്പം നമുക്ക് ഡേറ്റ മെമ്മറി അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാസ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ LDS യൂസ് ചെയ്തിട്ടും SDS യൂസ് ചെയ്തിട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. LDS ആൻഡ് SDS യൂസ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് IO മെമ്മറി ലൊക്കേഷൻസ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ ഇൻ ആണ്. ഓക്കെ, നമ്മൾ LDSന് പകരം നിങ്ങൾ ഇൻ ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡേറ്റ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ, ഇപ്പം LDS യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ഈസ് ഡേറ്റ മെമ്മറി ലൊക്കേഷൻ. ഇന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഏതാ, IO മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ LDSന്റെ സ്ഥാനത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. ചെയ്യുന്ന കാര്യം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് RD, A. ഇപ്പൊ A എന്ന് പറയുന്നത് ഏതാ, ദിസ് A ഈസ് എൻ IO മെമ്മറി ലൊക്കേഷൻ ആണത്. ദിസ് ഈസ് എൻ IO മെമ്മറി ലൊക്കേഷൻ.
IO മെമ്മറി ലൊക്കേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 64 ലൊക്കേഷൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 00 മുതൽ 3F വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അതിനകത്ത് എടുക്കാം. RD എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. ഇപ്പൊ R0 മുതൽ R31 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ LDS ഓപ്പറേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയായിരിക്കും ഇൻ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. LDSനകത്ത് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് മെമ്മറി ലൊക്കേഷൻ, ഡേറ്റ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സുകളായിരിക്കും. അതിന് പകരം നമ്മളിപ്പോൾ ഇന്ന് ആണ് യൂസ് ചെയ്യുന്നത്, ഇന്ന് ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സോഴ്സ് അഡ്രസ് ആയിട്ട് കൊടുക്കുന്നത് IO മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും. സോ an example is given in R4 0x3f. 0x3f is same as your $3f. നമ്മൾ പഠിച്ചാൽ എങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാന്നൊക്കെ. അപ്പൊ 0x എന്ന് എഴുതുന്നതിന് ഇക്വലന്റ് ആണ് ഡോളർ എന്ന് എഴുതുന്നത്. So here also, here you can see that this is your IO memory. IO memory എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിക്കകത്ത് IO ലൊക്കേഷൻസ് 64 ആണ്. അപ്പൊ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിലിപ്പം ചെയ്യാൻ പോകുന്നത് എന്താ, 3F എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് IO അഡ്രസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ IO അഡ്രസ്സിനകത്തുള്ള വാല്യൂ R04ലേക്ക് പോകും. ഇവിടെ എന്റെ IO അഡ്രസ് 3F ആണ്, 3F. അപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3Fനകത്ത് എന്ത് വാല്യൂ ഉണ്ടോ, 3Fനകത്ത് എന്ത് വാല്യൂ ഉണ്ടോ അത് R04ലേക്ക് മൂവ് ചെയ്യും. സോ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് 3Fലുള്ള വാല്യൂ R4ലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ ലോഡ് ഇൻസ്ട്രക്ഷൻ തന്നെയാണിത്. പക്ഷേ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്മൾ കൊടുക്കുന്ന മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് IO അഡ്രസ് ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷൻ സെയിം ആണ്. LDS ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷന്റെ ഡേറ്റ മെമ്മറി അഡ്രസ് കൊടുക്കണം. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതേ ലൊക്കേഷന്റെ IO മെമ്മറി അഡ്രസ് കൊടുക്കും. ദാറ്റ്സ് എ ഡിഫറൻസ്. So LDS and in instructions copy data from data memory to GPR. Then what's the difference between them? അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഇൻ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം നമുക്കൊരു ഡേറ്റ മെമ്മറി ലൊക്കേഷൻ ഓർത്ത് വെക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം ഇൻപുട്ട് മെമ്മറി IO മെമ്മറി ലൊക്കേഷൻ. അല്ലാതെ എക്സിക്യൂഷൻ വൈസ് ആയിട്ട് ഒരു വ്യത്യാസങ്ങളും അതിനില്ല. അപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള STS എന്ന ഓപ്പറേഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഔട്ട് ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ STSൽ കൊടുക്കുന്നത് മെമ്മറിയുടെ ഡേറ്റ മെമ്മറി അഡ്രസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് IO മെമ്മറി അഡ്രസ് ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. STS യൂസ് ചെയ്തിരുന്നത് GPRൽ നിന്നും മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനാണ്. ഔട്ട് യൂസ് ചെയ്യുന്നു അതിന് തന്നെയാണ് നമ്മളുടെ രജിസ്റ്ററിൽ നിന്നും മെമ്മറിയിലേക്ക് മൂവ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ നേരെ ഇന്നിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഔട്ട് A,RR ആണ്. അപ്പൊ രജിസ്റ്ററിലുള്ള വാല്യൂ എയിലേക്ക് മൂവ് ചെയ്യും. എന്റെ വാല്യൂ 64 വാല്യൂ ഉള്ളൂ, 00 to 3F വരെ. ഫോർ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു ഔട്ട് $3C R04. ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയാണ്. R04 ഒരു GPR ആണ്. ആ GPRനകത്തൊരു വാല്യൂ ഉണ്ട് AA. 3C എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഇത്. 3C എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് ഒന്നെങ്കിൽ അത് കാലിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂടെ കിടപ്പുണ്ടാവും. അത് എന്താണെങ്കിലും കുഴപ്പമില്ല. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ R04ലെ വാല്യൂ 3C ലൊക്കേഷനിലേക്ക് വരികയും FVനെ എന്ത് വെച്ച് റീറൈറ്റ് ചെയ്യും, AA വെച്ച് റീറൈറ്റ് ചെയ്യും. സോ യു ക്യാൻ സീ ലൈക്ക് ദിസ്. സോ ആഫ്റ്റർ എക്സിക്യൂഷൻ the value at the address 3C becomes AA. Okay, അപ്പോൾ അതാണ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ലോഡ് ഇൻഡയറക്റ്റ്. ലോഡ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെമ്മറി, നമ്മളിപ്പം മറ്റേനകത്ത് കാണിച്ച എന്താ, മെമ്മറിയുടെ അഡ്രസ് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു അല്ലെ. നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ LDS ആണെങ്കിലും STS ആണെങ്കിലും മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് നമ്മൾ നേരിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സ് GPR ഏതെങ്കിലും ഒരു GPR പെയറിനകത്ത് ഉണ്ടാവുക.
നമ്മൾ എക്സും വൈയും ഇസഡും എന്താന്ന് പഠിച്ചതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് R26 ആൻഡ് R27. Y എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് R28 ആൻഡ് R29. ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് R30 ആൻഡ് R31. അപ്പൊ ഇത് ഓരോന്നും 16 ബിറ്റാണ്. എക്സ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്, ബിറ്റ് സൂചിപ്പിക്കാനാണ്. വൈ എന്ന് പറഞ്ഞാലും 16 ബിറ്റാണ്. ഇസഡ് എന്ന് പറഞ്ഞാലും 16 ബിറ്റാണ്. അപ്പൊ ഈ 16 ബിറ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, സോ ദിസ് എക്സ്, വൈ ആൻഡ് ഇസഡ് ക്യാൻ ബി യൂസ്ഡ് to store the address of memory location. നമുക്ക് ഓൾറെഡി അറിയാം, മെമ്മറി എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് വാല്യൂ ആണ് അതിനകത്തുള്ളത്. അപ്പൊ 16 ബിറ്റ് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരു 8 ബിറ്റ് രജിസ്റ്റർ പോരാ, നമുക്ക് 2 8 ബിറ്റ് രജിസ്റ്റർ വേണം. അപ്പൊ ആ 2 8 ബിറ്റ് രജിസ്റ്ററിനെയും കൂടി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ലോഡ് RD, M എന്ന് കൊടുക്കാം സിൻടാക്സ്. ഈ എം ആരാവാം? ഈ എം എന്ന് പറയുന്നത് എക്സ് ആവാം, വൈ ആവാം, ഇസഡ് ആവാം. അപ്പൊ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നുണ്ടാവുക? ഈ എക്സിലോ വൈയിലോ ഇസഡിലോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് ലൊക്കേഷനിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റിനെയാണ് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്? RDയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ആണ്. എവിടുന്ന് മൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷനിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ എം എന്ന് പറയുന്നത് ദിസ് ഇസ് not an address. This is not an address. This points to the memory location. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇവൻ പോയിന്റ് ചെയ്യുന്നുള്ളൂ. ഇവൻ ഒരിക്കലും ആ വാല്യൂ അതിനകത്ത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കാണാം. RD R5, Y. അപ്പൊ ഈ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മോളിൽ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് R28 ആൻഡ് R29. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ കാണിക്കാം: R29, R28. This R28 are the lower 8 bits and R29 എന്ന് പറഞ്ഞാൽ that is the actual upper 8 bits of the address. Upper 8 bit of the address. Okay, so here you can see an example is given here. R29 എന്ന് പറഞ്ഞാൽ y ന്റെ അപ്പർ ബിറ്റ്സ് ആണ്. R28 എന്ന് പറഞ്ഞാൽ y ന്റെ ലോവർ ബിറ്റ്സ് ആണ്. അപ്പോൾ R29-നുള്ള വാല്യൂ 02 ആണ്. R28-നകത്തുള്ള വാല്യൂ 35 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പം the value will be $0235 and this represents the address location. Memory address ആണ്, memory address of the location. അപ്പൊ നമുക്ക് ഏതോ ഒരു മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് കിട്ടി 0235. അപ്പൊ ഞാൻ മെമ്മറിക്കകത്ത് പോയി നോക്കി, 0235 എന്ന ലൊക്കേഷൻ എനിക്ക് കിട്ടി. ആ ലൊക്കേഷനിൽ ഒരു വാല്യൂ കിടപ്പുണ്ട് അല്ലേ? ഇപ്പൊ LD ഓപ്പറേഷൻ എന്താ ചെയ്യുക? ഈ ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂവിനെ എങ്ങോട്ട് മൂവ് ചെയ്യും? R5ലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ 0D വിൽ ബി മൂവ്ഡ് ഇൻ ടു R05. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ആണ്. ഏത് മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണോ എനിക്ക് കോപ്പി ചെയ്യേണ്ടത്, ആ മെമ്മറി ലൊക്കേഷന്റെ വാല്യൂ ഞാൻ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കില്ല. ആ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്ന 16 ബിറ്റ് ഡേറ്റയിനെ എക്സിലോ വൈയിലോ ഇസഡിലോ ഞാൻ സ്റ്റോർ ചെയ്യും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് R27 ആൻഡ് R26. വൈ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് R29 ആൻഡ് R28. ഇസഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് R31 ആൻഡ് R0. അപ്പോൾ ഇപ്പം 26 ആൻഡ് 27 ആണെങ്കിൽ 26-ൽ ലോവർ 8 ബിറ്റും 27-ൽ അപ്പർ 8 ബിറ്റുമാണ് ഉണ്ടാവും. അങ്ങനെ അതിനകത്ത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയും ആ അഡ്രസ്സിലെ ഡേറ്റ ഈ രജിസ്റ്ററിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ലോഡ് ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അഥവാ LD. ഓക്കെ,
അപ്പൊ അതുപോലെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവും ST ഇൻസ്ട്രക്ഷൻ. This is sorry, this is not load, this is store indirect. സ്റ്റോർ ഇൻഡയറക്റ്റ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ്. GPRനകത്തുള്ള വാല്യൂ എക്സോ വൈയോ ഇസഡോ പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് സ്റ്റോർ ചെയ്യും. സോ ദ സിൻടാക്സ് ഈസ് STM, RR. ഈ എം എന്ന് പറയുന്ന ആരാവാം? ദിസ് എം കുഡ് ബി എക്സ് ഓർ വൈ ഓർ ഇസഡ്. അപ്പൊ നമ്മുടെ ഈ രജിസ്റ്ററിനകത്ത് ഇപ്പം ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന STY, R05 ആണ്. R05 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ Y പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 27 R27 എന്ന് പറയുന്നതിലെ വാല്യൂ 02 ആണ്. R26 വാല്യൂ 33 ആണ്. അപ്പൊ വീണ്ടും എനിക്ക് ഒരു അഡ്രസ് കിട്ടി, $0233 എന്നൊരു അഡ്രസ് കിട്ടി. ശരിയല്ലേ? അപ്പോൾ 0233 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ എവിടെയോ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചു. അതിനകത്ത് ഏതോ ഒരു വാല്യൂ ആദ്യം കിടപ്പുണ്ട്, അത് പ്രശ്നമില്ല. R05 എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ 0233 മൂവ് ചെയ്യപ്പെടും. സോ ദ FE വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് 0D ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ. അപ്പം ലോഡ് ഇൻഡയറക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോർ ഇൻഡയറക്റ്റ്. ലോഡ് ഇൻഡയറക്റ്റ് രജിസ്റ്ററിൽ നിന്നും മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. സ്റ്റോർ എന്ന് പറഞ്ഞാലോ രജിസ്റ്ററിലെ വാല്യൂ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഇത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. LDI R20 $18. അപ്പൊ $18 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് എനിക്കുള്ളത്, അല്ലെ? LDI എന്ന് പറഞ്ഞാൽ ലോഡ് ഇമ്മീഡിയറ്റ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ LDI R20 $18 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? R20 $18 എന്ന ഇമ്മീഡിയറ്റ് വാല്യൂ സ്റ്റോർ ആയി. അപ്പം R20 ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. LDI R20 $18 എന്ന് പറഞ്ഞപ്പോൾ 18 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ R20 സ്റ്റോർ ആയി. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് മൂവ് R19 R20. ഇത് നമ്മൾ പഠിച്ചാണ്. R20 വാല്യൂ എന്താണെങ്കിലും അത് R19 കൂടെ കോപ്പി ചെയ്യും. അപ്പൊ R20 വാല്യൂ അവിടെ തന്നെ നിൽക്കും, ആ വാല്യൂ എവിടെയും കൂടെ വരും, R19 കൂടെ വരും. സോ വാട്ട് ഹാപ്പൻസ്? R19 ഇപ്പം 18 എന്ന വാല്യൂ വന്നു. അത് എവിടെ ഇപ്പം ഉണ്ട്? ആദ്യം വന്ന R20 അത് കിടപ്പുണ്ട്. പിന്നത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ LDI R20 $2A ആണ്. ഇപ്പൊ എന്താ? വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വാല്യൂ മൂവ് ചെയ്യുക. എങ്ങോട്ട്? R20. R20 മൂവ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? 2A എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. ഓൾറെഡി R20 18 എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ട്. ആ ഹെക്സാഡെസിമൽ വാല്യൂ മാറി ഇപ്പൊ 2A വന്നു. R19 മാറിയിട്ടില്ല, $18 അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം, മൂവ് R19 R20. R20 വാല്യൂ R19 കോപ്പി ചെയ്യും. അപ്പൊ R19 ഇപ്പൊ ഓൾറെഡി $18 ഉണ്ട്. ആ $18 എന്തായി മാറും? 2A എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് മാറും. ലാസ്റ്റത്തെ വാല്യൂ നോക്ക്, STS R19 $237. അപ്പൊ R19 എന്ത് വാല്യൂ ഉണ്ടോ അത് 237 എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. R19 ഇപ്പൊ ഉള്ള വാല്യൂ 2A ആണ്. അപ്പൊ R19 വാല്യൂ എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുക? 237 മൂവ് ചെയ്യുക. അപ്പൊ 237 ഇപ്പൊ 19 എന്ന വാല്യൂ കിടപ്പുണ്ട്. That value has to be replaced with $2A. So that 19 is replaced with 2A. So നമുക്കത് ഫ്ലോ മനസ്സിലാക്കാൻ ഒരു ചുമ്മാ ഒരു എക്സാമ്പിൾ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. We can see another example number 2. LDS R23 $233. അപ്പൊ 233 വാല്യൂ എങ്ങോട്ട് വരും? R23 വരും. 233 വാല്യൂ 21 ആണ്. 21 എങ്ങോട്ടേക്ക് വരും? അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ R23 21 എന്ന വാല്യൂ വന്നു. കാരണം 233 വാല്യൂ 21 ആണ്. അപ്പം ഈ വാല്യൂ ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്.
അപ്പൊ R23 21 ആയി. രണ്ടാമതുള്ള എന്താ? LDI R22 $7E. ഇത് LDS അല്ല, LDI ആണ്. അപ്പൊ 7E എന്ന ഇമ്മീഡിയറ്റ് വാല്യൂ R22 അകത്ത് വരും. അപ്പൊ R22 അകത്ത് 7E എന്ന് പറയുന്ന വാല്യൂവും കൂടെ വന്നു. ഇനി എന്താ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ? മൂവ് R23 R22. അപ്പൊ R23 വാല്യൂ R22 വാല്യൂ R23 കോപ്പി ചെയ്യും. അപ്പൊ R22 ഇപ്പൊ ഉള്ളത് $7E ആണ്. അത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും. സോ $21 ഇനി ഇല്ല. ആ സ്ഥാനത്തും കൂടെ എന്തായി? $7E ആയി. ലാസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ STS $237 R23. R23 എന്ത് വാല്യൂ ഉണ്ടോ അത് $237 മൂവ് ചെയ്യും. അപ്പൊ R23 ഇപ്പൊ ഉള്ള വാല്യൂ $7E ആണ്. ആ $7E എന്ന് പറയുന്ന വാല്യൂ 237 മൂവ് ചെയ്യും. അപ്പൊ ഈ 19 എന്നുള്ള വാല്യൂ ഇവിടുന്ന് മാറും. 19 will be replaced with 7E. സോ ഈസിയാണ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് മാത്രമേ നടക്കും. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. LDI R28 $38. അപ്പൊ ലോഡ് ഇമ്മീഡിയറ്റ് ആണ്. R28 38 എന്ന വാല്യൂ വരും. LDI R29 $2 എന്ന് പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആണ്. 29 2 എന്ന വാല്യൂ വരും. STY, R20. ഇപ്പൊ ഇവിടെ നമുക്ക് അറിയാം Y R29 R28 കൂടെ കൂടിച്ചേരുന്ന ഇവനാണ് Y. ദിസ് ഈസ് Y. അപ്പൊ Yക്കകത്ത് ഇപ്പൊ ഉള്ള വാല്യൂ എന്താ? $0238. $0238 എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ വാല്യൂ. സ്റ്റോർ R20Y. R20 ഉള്ള വാല്യൂ എന്താണോ അത് ഈ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം. 0238 ഈ വാല്യൂ സ്റ്റോർ ചെയ്യണം. 0238 ഇപ്പോൾ ഓൾറെഡി $BB എന്നുള്ള വാല്യൂ ഉണ്ട്. ആ $BB എന്ന വാല്യൂ എന്ത് റീപ്ലേസ് ചെയ്യും? FB വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, so that is another example. So fourth example, LDI R28 $38. അപ്പൊ 26 38 എന്ന വാല്യൂ വരും. LDI R27 $02. അപ്പൊ 02 എന്ന വാല്യൂ 27 വരും. അപ്പൊ ഈ 26 27 കൂടെ കൂടി ചേരുന്നതാണ് എന്റെ X. അപ്പൊ LD R28, X എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഇപ്പൊ ഏതാ? ഇത് രണ്ടും കൂടെ കൂടി ചേരുന്നത് $0238. 0238 വാല്യൂ R28 മൂവ് ചെയ്യും. അപ്പൊ $BB എന്ന് പറയുന്ന വാല്യൂ എവിടെയും കൂടെ വരും? R28 കൂടെ ആ വാല്യൂ വരും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിനി arithmetic instructionsലേക്കാണ് മൂവ് ചെയ്യുന്നത്. So any doubts in today's class?